ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിൻ്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ജുഡീഷ്യൽ സെൻസിറ്റിവിറ്റി ടു സെൻറ്റിമെൻറ്റ്സ് ഈസ് എ സൈൻ ഓഫ് റിഗ്രഷൻ. അതായത് ഇന്ത്യൻ ജുഡീഷ്യറി നമ്മുടെ ഫ്രീ ഓഫ് സ്പീച്ചിനെ വളരെയധികം നിയന്ത്രിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളും മറ്റുമാണ് ആ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കൺസൾട്ടീവ് റെഗുലേഷൻ മേക്കിംഗ് ദാറ്റ് ഷുഡ് ഗോ ഫർദർ. അതായത് RBIയും സെബിയും ഒരു പുതിയ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അനാലിസിസ് ആണ് ആ ഒരു ആർട്ടിക്കിളിൽ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, ഡിഫൻസ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ റിസീവ്സ് എ ഫിലിം. അതായത് നമ്മൾ ഡിഫൻസ് മെറ്റീരിയൽസ് ആയാലും എക്യുപ്മെൻറ്റ്സ് ആയാലും വളരെയധികം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതേ കണക്ക് തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനും വളരെയധികം കൂടിയിട്ടുണ്ട്. സോ അതിൻ്റെ റീസൺസും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സെൻസസ്. അതായത് നെക്സ്റ്റ് സെൻസസ് 2027 യൂണിയൻ ഹോം മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത്. സോ സെൻസസിന്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ട് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണത്. ആൻഡ് നെക്സ്റ്റ്, ഹൗ ഈസ് ഇന്ത്യ പ്ലാനിങ് ടു ലോക്കലൈസ് EV മാനുഫാക്ചറിങ്. അതായത് നമ്മൾ പുതിയ EV റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ആ ഒരു ആർട്ടിക്കിളിൽ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, ന്യൂ സ്റ്റഡി മേക്സ് കോൺട്രവേഴ്സ്യൽ വെദർ ട്വീക്കിംഗ് ഐഡിയ മോർ റിയലിസ്റ്റിക്. അതായത് സ്ട്രാറ്റോസ്ഫെറിക് എയറോസോൾ ഇഞ്ചക്ഷൻ എന്ന ക്ലൈമറ്റ് ജിയോ എഞ്ചിനീയറിംഗ് മെത്തേഡ് എത്രത്തോളം പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിളിൽ ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി ഓരോ ആർട്ടിക്കിളും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ജുഡീഷ്യൽ സെൻസിറ്റിവിറ്റി ടു സെൻറ്റിമെൻറ്റ്സ് ഈസ് എ സൈൻ ഓഫ് റിഗ്രഷൻ. അതായത് ജുഡീഷ്യറിയുടെ ഫ്രീ ഓഫ് സ്പീച്ച് റോള് ഇപ്പോൾ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ കൂടുതലും ഇമോഷണൽ റിയാക്ഷൻസിൻ്റെ പേരിലാണ് ഇന്ന് ഫ്രീ ഓഫ് സ്പീച്ചിനെ അവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രകാരം ആർട്ടിക്കിൾ 19(1)A പ്രകാരം നിയന്ത്രിക്കേണ്ട ഫ്രീ ഓഫ് സ്പീച്ചിനെ കൂടുതലും ഒരു ഇമോഷൻ്റെ ആസ്പെക്റ്റിലാണ് ഇന്ന് ഇന്ത്യൻ ജുഡീഷ്യറി നോക്കിക്കാണുന്നത്. റൈസ് ഓഫ് സെൻറ്റിമെൻറ്റ്സ് ബേസ്ഡ് സ്ക്രൂട്ടനി, അതായത് ലീഗൽ ത്രെഷോൾഡ് ആയിട്ടുള്ള ഇൻസൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഹേർട്ട് സെൻറ്റിമെൻറ്റ്സ് എന്ന രീതിയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനൊക്കെ ചില്ലിംഗ് എഫക്റ്റ് ആൻഡ് മിസ്യൂസ് ഓഫ് ലോസ്, വേഗ് ലോസും അതിനൊക്കെ ജുഡീഷ്യൽ സെൻസിറ്റിവിറ്റിയും പലപ്പോഴും പ്രശ്നങ്ങളെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. ദെൻ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ആർട്ടിക്കിൾ 19(1)A അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് സിറ്റിസൺസിന് അവരുടെ ഐഡിയാസ് ഫ്രീലി എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമാണ് ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അവിടെ സ്പീച്ച്, റൈറ്റിംഗ്, പ്രസ്, സൈലന്റ് പ്രൊട്ടസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കവർ ചെയ്യുന്നുമുണ്ട്. സോ സുപ്രീം കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ കാര്യത്തിൽ വളരെയധികം വൈറ്റൽ ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് ആർട്ടിക്കിൾ 19 ക്ലോസ് 2 ഈ പറയുന്ന ഫ്രീ ഓഫ് സ്പീച്ചിന് എത്രത്തോളം റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എത്രത്തോളം റീസണബിൾ റെസ്ട്രിക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മെൻഷൻ ചെയ്യുന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 19 ക്ലോസ് 2. അതായത് പബ്ലിക് ഓർഡർ, ഡീസൻസി, ഡിഫമേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ റെസ്ട്രിക്ഷൻസ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റൈറ്റിനെയും അതേനൊക്കെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റിനെയും അവിടെ ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ കോർട്ടിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഒരു ടേംസ്, ഈ പറയുന്ന പബ്ലിക് ഓർഡർ, ഡീസൻസി, ഡിഫമേഷൻ തുടങ്ങിയ ടേംസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. കാരണം ഇതൊക്കെ ഒരു വേഗ് ആയിട്ടുള്ള ടേംസ് ആണ്. സോ അതിന് കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിട്ടുള്ള അപ്രോച്ച് കൊടുക്കുക എന്നുള്ളതാണ് കോർട്ടിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത്. ആൻഡ് ഡോക്ട്രിൻ ഓഫ് ചില്ലിംഗ് എഫക്റ്റ്, അതായത് ഫ്രീ സ്പീച്ച് ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലീഗൽ കോൺസെപ്റ്റാണ് ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ചില്ലിംഗ് എഫക്റ്റ്. അതായത് ഫ്രീ ഓഫ് സ്പീച്ചിനെ ഡിസ്കറേജ് ചെയ്യുന്ന ലോസിലായിരിക്കും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ഡിഫമേഷൻ, സെഡീഷൻ, അതേനൊക്കെ തന്നെ സൈബർ ലോസ്, വേഗമായിട്ടുള്ള സൈബർ ലോസ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ചില്ലിംഗ് എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ദെൻ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 152, 353 ക്ലോസ് 2 ഇതെല്ലാം തന്നെ മിസ് ആപ്ലിക്കേഷൻ ഫ്ലാഗ്ഡ് ജുഡീഷ്യൽ യൂസിനെ കാണിക്കുന്നുണ്ട്. അതായത് പബ്ലിക് സർവൻസിനെ അസോൾട്ടിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 152, 353 ക്ലോസ് 2 തുടങ്ങിയ സെക്ഷൻസ് വെച്ചിട്ടാണ്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2 അതായത് പൊളിറ്റിയിലും ഗവേണൻസിലും ജുഡീഷ്യറിയിലും ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. കൺസൾട്ടീവ് റെഗുലേഷൻ മേക്കിംഗ് ദാറ്റ് ഷുഡ് ഗോ ഫർദർ. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതേനൊക്കെ തന്നെ സെബിയും ഒക്കെ പുതിയൊരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രണ്ട് റെഗുലേറ്റേഴ്സിനും പബ്ലിക് കൺസൾട്ടേഷൻ, അതിനൊക്കെ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, പീരിയോഡിക് റിവ്യൂസ് ഒക്കെ വളരെയധികം ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് പുതിയൊരു ഫ്രെയിംവർക്ക് വന്നിട്ടുള്ളത്.
അതായത് ഫൈനാൻഷ്യൽ ഗവേണൻസിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ അക്കൗണ്ടബിലിറ്റി അതിനൊക്കെ തന്നെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാനാണ് ഈ പറയുന്ന പുതിയ റെഗുലേറ്ററി ഫ്രെയിംവർക്കിലൂടെ RBI ആയാലും സെബി ആയാലും ശ്രമിച്ചിട്ടുള്ളത്. സോ നമുക്ക് വേണ്ടത് ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള എക്കോണമിക് ജസ്റ്റിഫിക്കേഷനാണ് ഈ ഒരു ഫ്രെയിംവർക്കിൽ നമുക്ക് ആവശ്യമുള്ളത്. അമേരിക്ക പോലെയുള്ള വളരെയധികം സെൻട്രലൈസ്ഡ് ലോ ഫോളോ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റേണ്ടതാണ്. അത്രത്തോളം എക്കോണമിക് ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതായത് നമ്മുടെ പ്രൊസീജിയേഴ്സ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, കൺസൾട്ടേഷൻ റിപ്പോർട്ടിങ്, ഈ പറയുന്ന റിവ്യൂ ഇൻ്റർവെൽസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു ഫ്രെയിംവർക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ആ ഒരു ലൂപ്പ് ഹോൾസ് ഒക്കെ നമ്മൾ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. സോ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ RBI ആൻഡ് സെബി. RBI ആൻഡ് സെബിക്ക് കോസി ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. അത് ആക്ട് ഓഫ് പാർലമെന്റ് പ്രകാരമാണ്. അവർ റൂൾസ് മെയ്ഡ് ചെയ്യുന്നതും ഈ പറയുന്ന പാർലമെന്റിന്റെ ലോസ് വെച്ചിട്ടാണ്. മാർക്കറ്റിനെയും അതേണക്ക് തന്നെ ബാങ്ക്സിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന RBIയുടെയും സെബിയുടെയും ഒക്കെ ധർമ്മത്തിൽ പറയുന്നത്. ആൻഡ് ദേ മസ്റ്റ് ഫോളോ പേരന്റ് ആക്ട് ഇന്റന്റ്. അതേണക്ക് തന്നെ FSLRC 2013 ഫൈനാൻഷ്യൽ സെക്ടർ ലെജിസ്ലേറ്റീവ് റീഫോംസ് കമ്മീഷൻ പ്രകാരം എത്രത്തോളം എക്കോണമി പർപ്പസിന് വേണ്ടിയിട്ട് ലോസ് മെയ്ഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേണക്ക് തന്നെ എക്കോണമിക് ഗോൾസിന് വേണ്ടിയിട്ട് റൂൾസ് മെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ പറയുന്ന FSLRC കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടുതലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള റെഗുലേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഫൈനാൻഷ്യൽ റെഗുലേഷൻ യൂണിഫൈ ചെയ്യുക, അതായിരുന്നു FSLRC കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളിൽ പെടുന്നത്. സോ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2 GS3 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. അതായത് ഗവേണൻസ്, എക്കോണമി, പൊളിറ്റിയിലൊക്കെ ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഡിഫൻസ് പ്രൊഡക്ഷൻ ഇന്ത്യ റിസീവ്സ് എ ഫിലിപ്പ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഡിഫൻസ് മെറ്റീരിയൽസ് ആയാലും എക്വിപ്മെൻറ്റ്സ് ആയാലും വളരെയധികം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. സോ നമ്മളതൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സർജ് ഇൻ ഡിഫൻസ് സെക്ടർ ഗ്രോത്ത് പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ഡൊമസ്റ്റിക് ഡിഫൻസ് കേപ്പബിലിറ്റീസിനെ കുറിച്ച് വളരെയധികം കോൺഫിഡൻസ് രാജ്യം എമ്പാടും അതേണക്ക് തന്നെ അന്താരാഷ്ട്ര തലത്തിലും ഉണ്ടായിട്ടുണ്ട്. സോ അത് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ വളരെയധികം ബൂസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് റൈസ് ഇൻ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട്. അതായത് ഇന്ത്യസ് ഡിഫൻസ് പ്രൊഡക്ഷൻ ഹിറ്റ് റെക്കോർഡ് 1.3 lakh crore ഇൻ ഫൈനാൻഷ്യൽ ഇയർ 24. വളരെയധികം രീതിയിൽ നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ റൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു സെൽഫ് റിലയൻറ്റ് ഡിഫൻസ് എക്കോസിസ്റ്റത്തെയാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ഗ്രേറ്റർ റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് MSMEs. പ്രൈവറ്റ് ഫേംസ് 24% ഡിഫൻസ് പ്രൊഡക്ഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അത് വളരെ വലിയൊരു എമൗണ്ട് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഗവൺമെൻറ് ടാർജറ്റിനെ പോലും പലപ്പോഴും സർപ്പാസ് ചെയ്യുന്ന രീതിയിലേക്ക് പ്രൈവറ്റ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷനും വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ പ്രൈവറ്റ് സെക്ടർ ആയാലും ഗവൺമെൻറ് ആയാലും കോൺട്രിബ്യൂഷൻ നമ്മൾ ഡിഫൻസ് സപ്ലൈ ചെയിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ പാർട്ടായിട്ടാണ് കാണുന്നത്. ആൻഡ് പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഡിഫൻസ് പ്രൊഡക്ഷൻ ഫൈനാൻഷ്യൽ 24 1.3 lakh crore ആണ്. അതായത് 17% ആണ് ഗ്രോത്ത് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് 20,000+ crore ആണ് ഈ 2 വർഷം സംഭവിച്ചിട്ടുള്ളത്. അതെനിക്ക് തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 24% ആണ്. ദെൻ MSME പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത് 13 crore ആണ് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS3യിലും GS2യിലും ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. അതായത് എക്കോണമിയിലായാലും സെക്യൂരിറ്റിയിലായാലും ഗവേണൻസിലായാലും ഒക്കെ ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സെൻസസ്. അതായത് യൂണിയൻ ഹോം മിനിസ്ട്രിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞാൽ 2027 അതെനിക്ക് തന്നെ അതിൻ്റെ റെഫറൻസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ March 1, 2027 ആണ്. 2011 ലാസ്റ്റ് സെൻസസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2021 സെൻസസ് നടത്തേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ കൊറോണയുടെ എഫക്റ്റ് കാരണമായിരുന്നു അത് ഇത്രത്തോളം ഡിലേ ആയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു 2027 സെൻസസിൻ്റെ മേജർ റീഫോംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നേഷൻ വൈഡ് ആയിട്ടുള്ള കാസ്റ്റ് എന്യൂമറേഷൻ ഫോർ ഹിന്ദുസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ SC/ST ഡേറ്റാസ് മാത്രമായിരുന്നു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ ഹിന്ദു എന്യൂമറേഷൻ ഡേറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേണക്ക് തന്നെ ഈ ഒരു ഡേറ്റ കളക്ഷൻ ഡീലിമിറ്റേഷനും അതേണക്ക് തന്നെ വുമൺ റിസർവേഷനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവാറുണ്ട്. സോ ഈ ഒരു ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് സദേൺ സ്റ്റേറ്റിനായാലും അതേണക്ക് തന്നെ സ്മോളർ സ്റ്റേറ്റിനായാലും കൺസേൺസ് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് അത് അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് റെഡ്യൂസ് ചെയ്യുമോ എന്നൊരു പേടി അവർക്കുണ്ട്. സോ ഒരു കോൺസെൻസസ് ബേസ്ഡ് അപ്രോച്ചാണ് സ്മോളർ സ്റ്റേറ്റുകളായാലും അതേണക്ക് തന്നെ സദേൺ സ്റ്റേറ്റുകളായാലും ആവശ്യപ്പെടുന്നത്. പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ റെഫറൻസ് ഇയർ എന്ന് പറഞ്ഞാൽ March 1, 2027 ആണ് യൂണിയൻ ഹോം മിനിസ്ട്രി അറിയിച്ചിട്ടുള്ളത്. അതേണക്ക് തന്നെ ഫസ്റ്റ് കാസ്റ്റ് സെൻസസ് സിൻസ് 1931 ഫോർ ഓൾ ഹിന്ദുസ്, നോട്ട് ജസ്റ്റ് SC or ST. അതേണക്ക് തന്നെ 2 ഫേസിലായിട്ടായിരിക്കും
ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് പോപ്പുലേഷൻ എന്യൂമറേഷൻ, ഇങ്ങനെ 2 ഫേസിലായിട്ടായിരിക്കും ഈ ഒരു സെൻസസ് കണ്ടക്ട് ചെയ്യുക. 2021 സെൻസസ് കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കൊറോണയുടെ എഫക്റ്റ് കാരണമായിരുന്നു അന്ന് ആ ഒരു സെൻസസ് നടക്കാതിരുന്നത്. ദെൻ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS1 GS2 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. അതായത് സൊസൈറ്റി, പൊളിറ്റിക്, ഗവേണൻസ് തുടങ്ങിയ മേഖലകളിൽ ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഹൗ ഈസ് ഇന്ത്യ പ്ലാനിങ് ടു ലോക്കലൈസ് ഇലക്ട്രോണിക് വെഹിക്കിൾ മാനുഫാക്ചറിങ്. അതായത് നമ്മൾ ന്യൂ ഇലക്ട്രോണിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫുള്ളി ബിൽഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് കാർസിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി 50% ആയിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് കൺസേൺസും സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ടെക്നോളജി ട്രാൻസ്ഫർ ആയാലും അതിനൊക്കെ ഡൊമസ്റ്റിക് എക്കോസിസ്റ്റത്തെ ആയാലും ഇത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ്. ആൻഡ് ഇമ്പാക്റ്റ് ഓൺ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ലോക്കൽ ഇലക്ട്രോണിക് വെഹിക്കിൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ടാറ്റ മഹീന്ദ്ര ഗ്രൂപ്പുകളാണ്. സോ അവരുടെ ഒരു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെയും ഇത് വളരെയധികം മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ലോക്കൽ മാനുഫാക്ചറിങ്ങിനെയും അതിനൊക്കെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ വളരെയധികം ഈ ഒരു പോളിസി മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കിക്കാണുന്നത്. സോ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഡ്യൂട്ടി റിഡക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ 70 to 100% ആയിരുന്നു. അത് 15% ആയിട്ട് ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ കേസിൽ കുറഞ്ഞിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ട് ക്യാപ്പ് എന്ന് പറയുന്നത് 8,000 വെഹിക്കിൾസ് പെർ ഇയർ ആണ്. അതേപോലെ ഇന്ത്യയുടെ കീ ഡൊമസ്റ്റിക് OEM എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ഗ്രൂപ്പുകളാണ്. ദെൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇലക്ട്രിക് 3 വീലേഴ്സിൻ്റെ ലാർജ് മാർക്കറ്റാണ്. ഓക്കെ, സോ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS3 GS2 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ആർട്ടിക്കിൾ, ന്യൂ സ്റ്റഡി മേക്സ് കോൺട്രവേഴ്സ്യൽ വെതർ ട്വീക്കിംഗ് ഐഡിയ മോർ റിയലിസ്റ്റിക്. അതായത് സ്ട്രാറ്റോസ്ഫെറിക് എയറോസോൾ ഇഞ്ചക്ഷൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം സ്ട്രാറ്റോസ്ഫെറിക് എയറോസോൾ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ജിയോ എഞ്ചിനീയറിംഗ് മെത്തേഡായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സൺറൈസിന് അത്രത്തോളം തന്നെ ഭൂമിയിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കാതെ ഒരു കൂൾ എഫക്റ്റ് പ്ലാനറ്റിന് കൊടുക്കുക എന്നതാണ് ഈ പറയുന്ന സ്ട്രാറ്റോസ്ഫെറിക് എയറോസോൾ ഇഞ്ചക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് വോൾക്കാനിക് ഇറപ്ഷൻ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇതിൽ ഇൻസ്പയർ ആയിട്ടുള്ളത്. ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. മോഡിഫൈഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റിൽ നമ്മൾ സൾഫർ ഡയോക്സൈഡ് ലോവർ ആറ്റിറ്റ്യൂഡ്സിൽ ഇഞ്ചെക്ട് ചെയ്യുക. മോഡിഫൈഡ് എയർക്രാഫ്റ്റ്സ് യൂസ് ചെയ്ത് ഈ പറഞ്ഞ സൾഫർ ഡയോക്സൈഡ് ലോവർ ആറ്റിറ്റ്യൂഡ്സിൽ ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത് പൊട്ടൻഷ്യലി എർത്തിനെ കൂൾ ചെയ്യും. 0.6 to 1 degree സെൽഷ്യസ് വരെ എർത്തിനെ കൂൾ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് വഴി സാധിക്കും. പക്ഷേ ഇതിന് ബെനിഫിറ്റ്സും ഉണ്ട്. അതേ കണക്കിന് ജിയോ പൊളിറ്റിക്കൽ റിസ്ക്കും വളരെയധികം കൂടുതലാണ്. കാരണം ഇത് പലപ്പോഴും ആസിഡ് റെയിൻ, അതുകണക്ക് തന്നെ ഡിലേഡ് ഓസോൺ റിക്കവറി, അൺഈവൻ കൂളിംഗ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഈ ഒരു ടെക്നോളജി വളരെയധികം കോൺട്രവേഴ്സ്യൽ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിനൊരു പൊട്ടൻഷ്യൽ മിസ്യൂസ് അത്രത്തോളം വലുതാണ്. കുറച്ച് സയന്റിസ്റ്റുകൾ ട്രാൻസ്പെറൻറ്റ് റിസർച്ചിനും കാര്യങ്ങളും ഒക്കെ അഡ്വക്കേറ്റ് ചെയ്യുമ്പോൾ മറ്റു പലരും ഇതൊരു അൺഗവേണബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം ഇതൊരു ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല എന്ന് വാദിക്കുന്ന സയന്റിസ്റ്റുകളും ഉണ്ട്. ദെൻ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ സ്ട്രാറ്റോസ്ഫെറിക് എയറോസോൾ ഇഞ്ചക്ഷൻ എന്താണ്? ഇറ്റ്സ് എ ക്ലൈമറ്റ് ജിയോ എഞ്ചിനീയറിംഗ് മെത്തേഡാണ്. സൾഫർ ഡയോക്സൈഡ് ആണ് നമ്മൾ ഇതിൽ ഇഞ്ചക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അത് കണക്ക് തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ് വഴിയാണ് നമ്മളിത് ഇൻസ്പയർ ആയിട്ടുള്ളത്. മൗണ്ട് പിനാറ്റൂബോയുടെ ആ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നിന്നാണ് നമ്മളിത് ഇൻസ്പയർ ആയിട്ടുള്ളത്. എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് മോഡിഫൈഡ് ആയിട്ടുള്ള ബോയിങ് 777F ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ UK എർത്ത് സിസ്റ്റം മോഡൽ സിമുലേഷന് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS3 GS2 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. എൻവയോൺമെൻറ്റ്, ഗവേണൻസ്, സയൻസ് ആൻഡ് ടെക്കിലൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ GS1 GS2 GS3 ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ ഡീപ്പായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായാലും മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായാലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മറ്റൊരു ന്യൂ സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.